ഈ സന്തോഷമേറിയ പൊങ്കാല ദിവസത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് എല്ലാ കുടുംബ പ്രേക്ഷകരെ എന്നും ഇഷ്ടപ്പെട്ട നായിക ഹരിത. നമസ്കാരം. ഹലോ. ഒത്തിരി സന്തോഷം. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നു? ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ഇടുന്നേ. ഇതിന് മുന്നേ 2 വർഷം പൊങ്കാല അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ കാരണങ്ങൾ കൊണ്ട്. ഈ വർഷം പറ്റി. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ 2025 സാധിക്കട്ടെ. താങ്ക് യു. അത് പറഞ്ഞ അവിടെ സാധിക്കട്ടെ. പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളേ ഹരിത സ്നേഹിക്കുന്നേ? എല്ലാവർക്കും എന്താ പറഞ്ഞ ഭക്തി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സമാധാനത്തിൻ്റെ നല്ലൊരു പൊങ്കാല ആശംസകൾ നേരുന്നു. ഈ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ വന്ന് പൊങ്കാല ഇടുമ്പോൾ മുൻ വർഷങ്ങളിൽ ഹരിത വന്ന് കണ്ടിട്ടുണ്ട് പൊങ്കാല. ഒക്കെ ഇടാൻ സാധിച്ചിട്ടില്ല. ശരിക്കും എത്ര വലിയ ചൂടാണെങ്കിലും ഈ നിമിഷത്തിൽ ആ ചൂടൊന്നും അനുഭവപ്പെടാതെ അവരുടെ കൂടെ ഉള്ള ആ ഒരു എങ്ങനെ ഉണ്ടാവും? ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. പൊങ്കാല കഴിഞ്ഞ വട്ടം എൻ്റെ അമ്മയും വലിയച്ചൊക്കെ വന്ന് പൊങ്കാല ഇട്ടിരുന്നു. ഇത്തവണ എനിക്ക് സിസ്റ്ററിന് വിടാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇനി ഇടണം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ മാറി നിൽക്കായിരുന്നോണ്ട് ഞങ്ങൾ ഈ വെയിലത്ത് ഇവരെങ്ങനെ ഇടുന്നു പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ സീരിയലിൽ തന്നെ ഗിരിജ അമ്മയും ഇന്ദു ചേച്ചിയും ഒക്കെ കൂടെ ഹെൽപ്പ് ചെയ്തു. സീനിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെ അവരൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്നു. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമുക്കൊരു എങ്ങനെ ഇടും എന്തിടും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പൊ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പുതിയ സീരിയൽ വിശേഷം എന്തുവായിരുന്നേ? പുതിയത് സ്നേഹപൂർവ്വ ശ്യാമ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി പ്രോജക്റ്റുകളൊക്കെ വരും വഴിയേ. ഏറ്റവും വലിയൊരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അറിയില്ല, സർപ്രൈസ് ആകുവാണെങ്കിൽ അത് സർപ്രൈസ്. ഞാൻ പോലും അറിഞ്ഞില്ല പിന്നാണോ അല്ലേ? അപ്പൊ ഹരിത ഒത്തിരി സന്തോഷം. അപ്പം ഹാപ്പി പൊങ്കാല ദിനാശംസകൾ തീർച്ചയായിട്ടും പ്രേക്ഷകരോടും കൂടെ പറഞ്ഞു. അതെ, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് തകർക്കങ്ങോട്ട് കേട്ടോ. 2025 അടിപൊളി വർഷമാവട്ടെ. എല്ലാവരുടെ ഇന്റർവ്യൂ എടുത്ത് തകർക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷുവർ. എനിവേ നൈസ് ടു മീറ്റ്. താങ്ക് യു. ഞാൻ പൊക്കോട്ടെ, വണ്ടിയോടെ വെയിറ്റ്. ബൈക്കിൽ